എന്നെ സംബന്ധിച്ച് തിയേറ്ററിൽ പോയി കഴിഞ്ഞാൽ ഒരു 2 മണിക്കൂർ അടിച്ച് പൊളിച്ച് പുറത്ത് വരും. എല്ലാ സിനിമകളിലും നമുക്കിങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, ബട്ട് ഐ വിൽ ഡെഫിനറ്റ്ലി ട്രൈ. പക്ഷേ ഇത്തരം സിനിമകളിലേക്ക് എത്തിപ്പെടാൻ കോസ്റ്റ് എഫക്റ്റീവായി സിനിമകൾ എടുക്കാൻ വലിയ മുതൽ മുടക്കുണ്ട്. നമ്മളൊരു 30 കോടിയോളം രൂപ ഇതിൽ ചിലവാക്കിയിട്ടുണ്ട്. ഡെഫിനറ്റ്ലി വിൽ ഓൾ ഗെറ്റ് ഇറ്റ് ബാക്ക്. പക്ഷേ നിങ്ങളുടെ സപ്പോർട്ടും നിങ്ങൾ ഇത്തരം സിനിമകൾക്ക് തരുന്ന ഒരു ഫീഡ്ബാക്ക്, അന്യഭാഷ സിനിമകൾ ഇവിടെ വന്ന് റിലീസാകുമ്പോൾ ഇവിടുത്തെ യൂത്ത് അത്തരം സിനിമകളോട് കാണിക്കുന്ന ഒരു സപ്പോർട്ടുണ്ടല്ലോ, അത് തന്നെയായിരുന്നു എൻ്റെ കോൺഫിഡൻസ്. ഓക്കെ, പുറമേ നിന്ന് ഒരു സിനിമ വരുമ്പോൾ നമ്മുടെ സിനിമകൾ മാറ്റി വെക്കുന്നു, ഇത്തരം സിനിമകൾ ഇവിടുത്തെ വലിയ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് തിയേറ്ററിൽ കളിപ്പിക്കുന്നു, നമ്മുടെ യൂത്ത് അത് പോയി കാണുന്നു. എന്നെ സംബന്ധിച്ച് ഡെഫിനറ്റ്ലി നമ്മുടെ ഇവിടെ ഇങ്ങനത്തെ സിനിമകൾ വരാത്തത് കൊണ്ട് മാത്രമാണ് നമ്മുടെ യൂത്ത് അങ്ങോട്ട് സിനിമകൾ പോകുന്നതെന്ന്. അതിൽ തെറ്റൊന്നുമില്ല. അപ്പോൾ ഇനി അങ്ങോട്ട് നമ്മുടെ സിനിമകൾക്കും നമ്മുടെ ടെക്നീഷ്യൻസിനും നമ്മുടെ ഫിൽം മേക്കേഴ്സിനും നമ്മുടെ പ്രൊഡ്യൂസേഴ്സിനും ഇതൊരു വലിയൊരു ഒരു കോൺഫിഡൻസ് വരട്ടെ. ഐ റിയലി ലവ് ഈ ലവ് സ്റ്റോറീസ് ആൻഡ് എന്താ പറയുക ഫീൽ ഗുഡ് സിനിമകൾ എനിക്കിഷ്ടമാണ്. ഞാൻ ഒരുപാട് ചെയ്തിട്ടുണ്ട്. ബട്ട് ഐ തിങ്ക് അറ്റ് ദ സെയിം ടൈം